കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ദൈവവചനം പറഞ്ഞത്. അപ്പം അതിൻ്റെതായ ഒരു ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെയാണ് അടുത്ത ടേണും കൂടെ വന്നത്. ഞാനിവിടെ ഉള്ള ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ മറ്റുള്ള സ്ഥലം സഭകളിൽ ലഭിക്കാത്ത ഒരു ആത്മീയ കാഴ്ചപ്പാടും ആത്മീയമായ ഒരു അനുഭവം നമുക്ക് ഈ സ്ഥലം സഭയിൽ ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തോട് ബന്ധത്തിൽ നല്ല പരിചയമുള്ള ദൈവദാസന്മാർ ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പാകെ ദൈവവചനമായി നിൽക്കുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ തന്നെ അവരുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ഒരു ഭയവുമുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു. അത് നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തിന് അത് ഏറ്റവും പ്രയോജനകരമായി തീരുന്നു എന്നുള്ളത് നന്ദിയോട് ഓർക്കുകയാണ്. ദൈവിക ശുശ്രൂഷകൾ വളരെ ഗൗരവത്തോടെ ചെയ്യേണ്ട ശുശ്രൂഷകളാണ്. ദൈവിക ശുശ്രൂഷകളുടെ ഓരോ കാര്യങ്ങളും ഗൗരവത്തോടെ. അതുപോലെ തന്നെ ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ചെറുതായിക്കോട്ടെ വലിയ ശുശ്രൂഷകളായിക്കോട്ടെ, ദൈവസന്നിധിയിൽ ചെറുതും വലുതും എന്നുള്ള ഒരു രീതി ഇല്ലല്ലോ. എങ്കിലും ഞാൻ പറയുകയാണ്, ദൈവത്തിൻ്റെ അപ്പം നമ്മളൊരു ചെറിയ ദൈവത്തോടൊരു പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ നമുക്കത് ചെയ്യാൻ കഴിയും. അത് ചെയ്യണ്ട എന്നല്ല ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം, നേരത്തെ സത്യങ്ങൾ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനമാണ്. അതിൻ്റെതായ ഗൗരവത്തോടെ അതിനെ സന്ദർശിച്ചുകൊണ്ട് അതിൽ നിന്ന് ശുശ്രൂഷിക്കേണ്ടവരാണ്. അപ്പം നമ്മൾ ദൈവത്തിൽ നിന്ന്, ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ആണ് ഓരോ ശുശ്രൂഷകളും ചെയ്യാനുള്ളത്. ഞാൻ പലപ്പോഴും പല ശുശ്രൂഷകളിലും മിണ്ടാതിരുന്നിട്ടുണ്ട്. മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, എന്നെ ദൈവാത്മാവ് പ്രേരണ നൽകാത്ത ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ ഇടപെടാൻ പോകാറില്ല. അതിൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം ദൈവത്തിൻ്റെ, ഇപ്പോൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് എന്നോട് പറഞ്ഞിട്ട് ഞാനൊരു ആത്മീയ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതല്ലല്ലോ അതിൻ്റെ ഒരു കാര്യം. ദൈവാത്മാവ് നമ്മളോട് പറയണം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയണം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടണം. അപ്പോൾ ചെയ്യുന്ന ആ ശുശ്രൂഷകൾക്ക് വളരെ ഫലമുണ്ടാകും എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാം എൻ്റെ ജീവിതത്തോടനുബന്ധിച്ചാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ ശുശ്രൂഷകൾക്കും ദൈവത്തിൻ്റെ ഒരു വെളിപ്പാടുണ്ടാകണം. ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കണം. ഇതെല്ലാം പ്രാപിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. അങ്ങനെ ആകണം നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷകൾ എന്നുള്ളത് നമ്മൾ മറന്നുപോകാതെ ഇരിക്കണം എന്നാണ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ തന്നെ നമ്മുടെ കഴിവിലും നമ്മുടെ മിടുക്കിലും അതുപോലെ തന്നെ നമ്മുടെ അറിവിലുമൊക്കെ നമുക്ക് ആശ്രയിക്കാൻ വകയുണ്ട്. ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകളാണല്ലോ. അത് നമുക്ക് പ്രയോജനപ്പെടുത്തുന്നതിൽ അത് പ്രയോജനപ്പെടുത്തുന്നതിൽ യാതൊരു തെറ്റും അതിൽ ഇല്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് ഏത് ശുശ്രൂഷകളും ചെയ്യണം എന്നുള്ളതാണ്
ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തോടനുബന്ധിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഞാൻ ഏത് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ആത്മീയ ശുശ്രൂഷകളിലും ഇടപെടാൻ ഞാൻ നിൽക്കുമ്പോൾ അത് ദൈവാത്മാവ് എന്നോട് ഇടപെടുന്ന അനുസരിച്ചാണ് ഞാൻ ആ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. തുടർന്നും ആ നിലയിൽ ഒരു ദൈവത്തിൽ നിന്നുള്ള ആത്മീയ ശുശ്രൂഷ അല്ലെങ്കിൽ ചെയ്യുവാനുള്ള ആ ദൈവത്തിൽ നിന്നുള്ള കൃപ പ്രാപിച്ചുകൊണ്ട് സഭയായി നമുക്ക് ദൈവിക ശുശ്രൂഷകൾ ചെയ്യുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് എനിക്ക് ദൈവം തന്ന ഒരു ചെറിയ ചിന്ത പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞ് അവസാനിച്ചു കൊള്ളാം. അതിനായിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഗന്നേസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ അവയിൽ നിന്ന് ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിനു വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്നുത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിക്കുവാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറുകയോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ ആകുക കൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവചന ഭാഗമാണ്. പലപ്പോഴും നമ്മൾ ഈ തിരുവചനത്തിൽ നിന്ന് അനേക ചിന്തകൾ കേട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ നിലയിൽ ഒന്നും തന്നെ പറയാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ദൈവം തന്ന ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിലയിൽ നിന്ന് ദൈവം എനിക്ക് തന്ന ആ കൃപയ്ക്കൊത്തവണ്ണം ഞാൻ അതിൽ നിന്ന് ചിന്തിച്ചെടുത്ത അല്ലെങ്കിൽ ദൈവം സഹായിച്ച ആ ചിന്തകൾ, ചെറിയൊരു ചിന്ത നിങ്ങളുടെ മുമ്പാകെ അത് വയ്ക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. നമുക്കറിയാം, ഇവിടെ ഗന്നേസരത്ത് തടാകത്തിൻ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആ കടൽ അല്ലെങ്കിൽ തടാകത്തിലേക്ക് വന്നുകൊണ്ട് പുരുഷാരത്തോട് ദൈവവചനം കേൾപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദൈവവചനം ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടെ കടന്നു വരുന്ന ഒരു ചിത്രമാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവ് ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ള കാര്യം എന്താണ് എന്ന് പറയാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ള കാര്യം ദൈവത്തിൻ്റെ വചനം പറയുക എന്നുള്ള ഒരു ദൗത്യമായിരുന്നു കർത്താവിന് ഉണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ വചനം അനേകരോട് പറയുവാനുള്ള, ദൈവരാജ്യത്തെക്കുറിച്ച് പറയുവാനുള്ള ഒരു ദൗത്യം ആണ് കർത്താവ് കൂടുതലും പ്രയോജനപ്പെടുത്തിയത്. അപ്പോൾ തന്നെ കർത്താവ് തൻ്റെ ദൈവികത്തെ വെളിപ്പെടുത്തിയ അനേക അത്ഭുത പ്രവർത്തികളും അതിനോടനുബന്ധിച്ച് കർത്താവ് ചെയ്തു എന്നുള്ളതും നമുക്കറിയാം.
രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. അങ്ങനെ പല പല കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയ പല പല കാര്യങ്ങളും താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്ന അനേക ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രാധാന്യമായിട്ട് കർത്താവ് നിന്ന കാര്യം ദൈവത്തിൻ്റെ വചനം അനേകരോട് പറയുക എന്നുള്ള ആ ദൗത്യമായിരുന്നു. അപ്പോൾ തന്നെ ഇവിടെ നാം വായിക്കുന്നു, ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ വളരെ തിക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പുരുഷാരത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കർത്താവ് എവിടെയെല്ലാം ദൈവവചനം പറയുവാനായിട്ട് കടന്നു ചെന്നിട്ടുണ്ടോ, നമ്മൾ വചനത്തിലേക്ക് തിരിയുമ്പോൾ കർത്താവ് എവിടെയെല്ലാം ദൈവവചനം പറയാനായിട്ട് കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ തിക്കും തിരക്കുമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ആ വചനം കേൾക്കുവാനുള്ള ആ ആകാംക്ഷ ആ ജനങ്ങൾക്കുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഇത്ര മാധുര്യമേറിയ വചനങ്ങളൊന്നും കേട്ടിട്ടില്ല. കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന ആ മാധുര്യമേറിയ വചനങ്ങൾ അത് കേൾക്കുവാൻ വളരെ തിരക്കും കാണിച്ചിട്ടുണ്ട് എന്ന് തിരുവചനത്തിൽ കൂടെ നാം വായിക്കുന്നുണ്ട്. അതോടുകൂടെ തന്നെ കർത്താവിൻ്റെ അനേക അത്ഭുത പ്രവൃത്തികളും നടന്നിട്ടുണ്ട്. അപ്പോൾ വചനത്തിന് വളരെ പുരുഷാരം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് ദൈവവചനത്തിലേക്ക് തിരിയുമ്പോൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു റെഫറൻസായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, വാക്യങ്ങൾ എടുക്കണ്ട. അവിടുന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 15-16 വാക്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ എടുക്കണ്ട, അവിടെ കർത്താവ് പള്ളികളിൽ ഉപദേശിച്ചു പോയി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി, അല്ലെങ്കിൽ പർവ്വതങ്ങളിൽ അല്ലെങ്കിൽ മലമേൽ കയറിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചു. പിന്നെ നാം കാണുന്നത് ലൂക്കോസ് 5:17-19 ഉള്ള വാക്യത്തിൽ ഇവിടെ ഒരു പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കർത്താവിൻ്റെ അരികിലേക്ക് ആ ഭവനത്തിലേക്ക് ഇറക്കുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ വീടുകളിൽ കർത്താവ് ദൈവവചനം അറിയിക്കുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നു. മാർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ മരുഭൂമിയിൽ നമുക്കറിയാം, മരുഭൂമിയിൽ അവർ വിശന്നലഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുപ്പാൻ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ മരുഭൂമിയിൽ അവിടെ കർത്താവ് തൻ വചനം അറിയിക്കുന്നതായിട്ട് കാണാൻ. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ കല്ലറയ്ക്കൽ, നമുക്കറിയാം ലാസറിൻ്റെ കല്ലറയ്ക്കൽ, അവിടെ വന്ന് ദൈവത്തിൻ്റെ വചനം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ കർത്താവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവവചനം അറിയിക്കുക എന്നുള്ളതാണ്. ആ വചനം കേൾക്കുവാൻ ഒരുപാട് തിരക്കുമുള്ള ജനമായി കർത്താവിനോട് കൂടെയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരൊരിക്കലും ഈ നിലയിൽ ഒരു വചനം അല്ലെങ്കിൽ മാധുര്യ വാക്കുകൾ, ശക്തിയുള്ള വാക്കുകൾ, അധികാരമുള്ള വാക്കുകൾ, പള്ളിയിലൊക്കെ കർത്താവ് ചെന്ന് ഉപദേശിച്ചപ്പോൾ കർത്താവ് വളരെ അധികാരത്തോടെയാണ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചത്. ഈവൻ ഈ കർത്താവിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, ഈവൻ ഈ പരിജ്ഞാനമൊക്കെ എവിടുന്ന് ലഭിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, വളരെ അധികാരത്തോടെ ദൈവത്തിൻ്റെ വചനം, അത് ആ കാലയളവിൽ അങ്ങനെ ആരും ദൈവവചനം പ്രസംഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിന് കർത്താവ് വളരെ പ്രാധാന്യം നൽകിയത് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവചനത്തിന് തന്നെയായിരുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് വരുന്നുണ്ട്. ഇവിടെയും അത് തന്നെ ദൈവവചനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് കർത്താവ് ഈ പടകിലേക്ക് കടന്നു വരുന്നത്. കർത്താവ് ഇവിടെ പടകിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിന് ദൈവവചനം അറിയിക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട്. കർത്താവിന് വേറെ ഒരു ഉദ്ദേശം കൂടെ ഇതിൽ ഉണ്ട്. കർത്താവിൻ്റെ രണ്ട് ഉദ്ദേശങ്ങളോടുകൂടെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം അറിയിക്കുക എന്നുള്ള നിലയിൽ. രണ്ടാമത്, ഇവിടെ വായിക്കുന്നത്
മൂന്നാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ഇവിടെ കർത്താവ് വന്നതിന് ശേഷം 2 പടക് കണ്ടു. ആ 2 പടകിൽ നിന്ന് ഒരു പടകിലേക്ക് കർത്താവ് കയറുവാൻ ശ്രമിക്കുകയാണ്. ആ പടകിൽ നിന്നുകൊണ്ട് ദൈവവചനം സംസാരിക്കാനാണ് കർത്താവിൻ്റെ പ്ലാൻ. ആ പടക് മറ്റാരുടെയുമല്ല, അത് ഷീമോൻ പത്രോസിൻ്റെ അല്ലെങ്കിൽ ഷീമോൻ്റെ പടകാണ്. ആ പടകിൽ ഇരുന്നു കൊണ്ട് കർത്താവിന് വചനം അല്ലെങ്കിൽ ദൈവവചനം അറിയിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് കർത്താവ് ആ പടകിൽ ഇരിക്കുന്നത്. അതിനുശേഷം ആ കരയിൽ നിന്ന് കുറച്ച്, ഇപ്പോൾ അവിടെ അങ്ങനെയാണല്ലോ വായിച്ചത്, കുറച്ച് അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. അതിന് മുമ്പ് അല്പം അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. കരയിൽ നിന്ന് കുറച്ചും കൂടെ അല്പം വെള്ളത്തിലോട്ട് തൻ്റെ പടക് നീക്കണമെന്ന് പത്രോസിനോട് പറയുകയാണ്. അവിടെ ഇരുന്ന കർത്താവ് തൻ്റെ വചനമെല്ലാം പറഞ്ഞതിന് ശേഷം അവിടെ എങ്ങനെയാണ് പറയുന്നത്, ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ച് സംസാരിച്ച് തീർന്നപ്പോൾ ഒരുപക്ഷെ ആ കർത്താവിൻ്റെ വചനം കേട്ട ജനമെല്ലാം പോയി കാണും. ഇനി അവിടെ ഉള്ളത് ആരാണ്? ഷീമോനുണ്ട്, ഷീമോൻ്റെ കൂട്ടാളികളായ പ്രിയപ്പെട്ടവരുണ്ട്, ഇവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരാളുണ്ട്, അത് ഷീമോനാണ്, അല്ലെങ്കിൽ ഷീമോൻ പത്രോസാണ്. ഈ പത്രോസിനെ കുറിച്ച് ഞാൻ ഒന്ന് എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ പത്രോസിനെ ഒന്ന് കർത്താവിൻ്റെ കയ്യിലേക്ക് എടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് കർത്താവ് ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷം 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. 5 കൂടെ. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് ഷീമോൻ്റെ അടുത്ത് വരുമ്പോൾ പത്രോസിന് കർത്താവിന് ആദ്യമായിട്ടുള്ളൊരു പരിചയം അല്ല ഉള്ളത്. ഇതിനു മുമ്പും പത്രോസ് അല്ലെങ്കിൽ ഷീമോൻ കർത്താവിൻ്റെ അനേക അത്ഭുത പ്രവൃത്തികൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നാം വായിക്കുന്നത്. ലൂക്കോസിൻ്റെ തന്നെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ അവിടെ ഷീമോൻ്റെ അമ്മായി അമ്മയ്ക്ക് പനി പിടിച്ച് കിടന്നപ്പോൾ കർത്താവോട് ചെല്ലുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. അവിടെ ആ അമ്മായിയമ്മയെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതുപോലെ തന്നെ അമ്മായിയമ്മയെ സൗഖ്യമാക്കുന്നു. അതിനോടനുബന്ധിച്ച് കർത്താവിൻ്റെ അനേക പ്രവൃത്തികൾ, അത്ഭുത പ്രവൃത്തികൾ ഷീമോൻ അല്ലെങ്കിൽ പത്രോസ് അവൻ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിനെ അറിയാത്തവൻ അല്ല ഇവിടെ ഷീമോൻ എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഷീമോനോട് പറയുകയാണ്, വല ഇറക്കുവാൻ, ആഴത്തിലേക്ക് വല ഇറക്കുവാനായിട്ട് ഷീമോനോട് പറയുകയാണ്. യഥാർത്ഥത്തിൽ പത്രോസിനെ കുറിച്ച് വളരെ നമ്മൾ എടുത്തുചാട്ടക്കാരനാണ്, വളരെ ഗൗരവമുള്ളവനാണ്. അതുപോലെ തന്നെ ഈ കടലിൻ്റെ ജോലിയെല്ലാം വളരെ വ്യക്തമായിട്ട് നന്നായിട്ട് ചെയ്യുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് പത്രോസ്. എവിടെയൊക്കെ ഈ വല ഇട്ട് കഴിഞ്ഞാൽ എവിടുന്നൊക്കെ മത്സ്യം കിട്ടും എന്നുള്ളത് പത്രോസിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നാൽ ഒരു വാക്ക് മാത്രം പറഞ്ഞു, കർത്താവേ, രാത്രി മുഴുവനും അധ്വാനിച്ചു, പക്ഷേ ഒന്നും കിട്ടിയില്ല. എന്നാൽ ഞാൻ അത് മാത്രം പറഞ്ഞതിന് ശേഷം, നാഥ, നിൻ്റെ നാമത്തിൽ, നീ പറഞ്ഞ വാക്കിൽ ഞാൻ ഇത് വല ഇടുകയാണ് എന്ന് അവിടെ പറയുന്നു. അങ്ങനെയല്ലേ വായിക്കുന്നത്? ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. പ്രിയമുള്ളവരെ,
ഞാനിതിൽ കൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷീമോൻ പത്രോസ് കടലിൻ്റെ ജോലികളൊക്കെ ചെയ്തപ്പോൾ അവൻ ഇഷ്ടം പോലെ മത്സ്യങ്ങളെ പിടിച്ചിട്ടുള്ള അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഈ ഒരു അനുഭവം അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ട് തനിക്ക് തോന്നി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ലെവലിലേക്ക് ഒരു മീനുകളെ കിട്ടുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ പോലും അവൻ ആ നിലയിൽ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ഒരു പെരുത്ത മീൻകൂട്ടം അവിടെ ഷീമോനായ പത്രോസിന് കിട്ടുന്നതായിട്ട് അവൻ വളരെ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യമാണ്. പത്രോസ്, ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, പത്രോസ് മറ്റുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്ന പല കാര്യങ്ങളും പത്രോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് പത്രോസിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഷീമോനോടനുബന്ധിച്ച് കർത്താവ് പ്രവർത്തിച്ചപ്പോൾ തനിക്ക് അതിനേക്കാളും വലിയൊരു അനുഭവത്തിലേക്ക് ഈ കർത്താവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ തിരുവചനത്തിൽ കൂടെ, അല്ലെങ്കിൽ ഈ വലിയ പ്രവൃത്തിയിൽ കൂടെ തനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. അപ്പോഴാണ് 8-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിക്കാം. ആ വാക്യം: ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യൻ ആകുക കൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. മതി. അപ്പോഴാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തന്നെ താഴ്ത്തുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ ഷിമോൻ പത്രോസ് വരുന്നത്. കർത്താവെ, അപ്പോഴത്തെ തന്നെക്കുറിച്ചുള്ള ആ ഒരു അനുഭവം, താൻ ആരാകുന്നു അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ആരുടെ മുമ്പാകെയാണ് എന്നുള്ളൊരു ഒരു അനുഭവത്തിലേക്ക് താൻ കടന്നു വരികയാണ്. അതിനു മുമ്പൊക്കെ തൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷകളെല്ലാം ഈ പത്രോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ തൻ്റെ ജീവിതത്തോട് അത് വന്നപ്പോൾ ആ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സമ്പൂർണമായ ഒരു മഹത്വം മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. പത്രോസിന്, ഷിമോന് ഈ പ്രവൃത്തി മാനുഷികമല്ലാത്ത പ്രവൃത്തിയാണെന്ന് സമ്പൂർണമായി പത്രോസിന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഇത് ദൈവീക പ്രവൃത്തിയാണ്. കാരണം ഇത്രയും നാൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് ഈ സംഭവിച്ചിരിക്കുന്നത് അതൊരു മാനുഷ്യ പ്രവൃത്തിയല്ല, മറിച്ച് അതൊരു ദൈവീക പ്രവൃത്തിയാണ്. അപ്പോൾ ആ പത്രോസ്, അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ മുമ്പേ നിൽക്കുന്ന പത്രോസായ ഞാൻ, അല്ലെങ്കിൽ ഷീമോനായ ഞാൻ, അവനെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തിക്കൊണ്ട് പറയുകയാണ്, കർത്താവെ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, പാപിയായ ഒരു മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. തന്നെത്താൻ താഴ്ത്തിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരുന്ന ഒരു പത്രോസിനെ നമുക്കവിടെ കാണാൻ കഴിയും. പത്രോസിന് പല അനുഭവങ്ങൾ ചിലപ്പം കാണാം. തൻ്റെ ജീവിതത്തിലുള്ള താൻ ആരാകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധം തന്നെ ആ സമയത്ത് ഭരിച്ചിട്ടുണ്ടാകാം. താൻ എത്ര വിശുദ്ധനാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം തന്നെ ആ സമയം ഭരിച്ചിട്ടുണ്ടാകാം. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ എത്ര കളങ്കമുള്ളവനാണ് എന്നൊക്കെ തനിക്ക്, അല്ലെങ്കിൽ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ താൻ എത്ര കളങ്കമുള്ളവനാണ് എന്നൊക്കെ താൻ ഒരുപക്ഷെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് താൻ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഈ വാക്ക് അവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് ശീമോന് ലഭിച്ച ഒരു അനുഭവത്തെക്കുറിച്ചാണ് നാം ഇവിടെ മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത്. എത്ര വലിയ ഒരു അനുഭവമാണ്! കർത്താവിൻ്റെ ആ വലിയ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് വളരെ ആശ്ചര്യപ്പെടുന്ന ഒരു ഷിമോനെ നമുക്കിവിടെ കാണാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ഷിമോൻ മാത്രമാണോ ആ കാര്യത്തിൽ ആശ്ചര്യപ്പെട്ടത്? ഇവിടെ കൂടെയുള്ള 9-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 9-ാമത്തെ വാക്യം: അവർക്ക് ഉണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. 10-ാമത്തെ വാക്യം: ഷിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ഷിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ പ്രവൃത്തികളെല്ലാം കണ്ടിട്ട് ശീമോനായ പത്രോസിനുണ്ടായ അനുഭവം പോലെ തന്നെ തൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ടവർക്കും ആ അനുഭവമുണ്ടായി. അതുപോലെ തന്നെ സബിതി മക്കളായ യോഹന്നാൻ എന്ന സബിതി മക്കൾക്കും ആവണ്ണം തന്നെ എന്ന് പറയുന്നു. അങ്ങനെയുള്ളവർക്കെല്ലാം ഈ അനുഭവമുണ്ടായി, ഒരു പേടിയുണ്ടായി, ഒരു ഭയമുണ്ടായി എന്നുള്ളത് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അപ്പോൾ ഈ ഭയത്തിൽ നിന്ന് കർത്താവ് ശിമോനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞ് പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ച് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ വന്നപ്പോൾ കർത്താവിനുള്ള ഒരു ദൗത്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവജനോട് അറിയിക്കുക എന്നുള്ളൊരു ദൗത്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശീമോനായ പത്രോസിനെ തൻ്റെ കയ്യിലേക്ക് ആകർഷിക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രവൃത്തി അവിടെ ഉണ്ടാകണമെന്ന് കർത്താവിന് ഈ ശീമോനെക്കുറിച്ച് ആകണമെന്നുള്ള ഒരു പ്രവൃത്തി ഉണ്ടാകണമെന്നുള്ള രീതിയിൽ താൻ അവിടെ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ ഒരു ദൗത്യം കർത്താവിനവിടെ ചെയ്ത് തീർക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് എന്താണ് ഈ ശീമോനെ ഈ നിലയിൽ സ്നേഹിക്കാൻ കാരണം? അവിടെ നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്, 21-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് എന്നൊരു വാക്യം അവിടെ പറയുന്നുണ്ട്. പത്രോസിനോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു എന്ന് തിരുവചനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും എന്നുള്ളതാണ് ഇതിൽ കൂടെ മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത്. പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ പ്രവൃത്തി തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി, തന്നെ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി ദൈവത്തിന് തന്നിൽ പലവിധ നിലയിലും പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ തിരുവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിഞ്ഞത്. ഇവിടെ നമ്മൾ വായിച്ചു, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ കർത്താവ് ഈ ശീമോനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനായി തീരും എന്ന്. ഈ കർത്താവിൻ്റെ മറ്റു പല ക്വാളിറ്റികളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 33-34 വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അവനോട്, കർത്താവേ, ആ വാക്യം ഒന്ന് എടുക്കാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 33-34 വാക്യങ്ങൾ. അവൻ അവനോട്, കർത്താവെ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിക്കുവാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറയും മുമ്പേ ഇന്ന് കോഴി കൂവുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ പത്രോസിൻ്റെ അനുഭവം, പത്രോസിനെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. അപ്പോഴും പത്രോസിനുള്ള ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പത്രോസിന് ഈ കർത്താവിനോടുള്ള ബന്ധത്തിൽ നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇവിടെ പറയുകയാണ്, അപ്പോഴും ഇവിടെ കർത്താവ് പറയുന്ന, നീ എന്നെ 3 പ്രാവശ്യം കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ പറയുകയും എന്നുള്ള ആ വാക്ക് കർത്താവ് പത്രോസിനോട് പറയുകയാണ്. അപ്പം പത്രോസിന് അപ്പോഴും ഈ കർത്താവിന് സകലവും അറിയാമെന്നുള്ള ഒരു ചിന്തയോ ഒരു മനോഭാവമോ ഉണ്ടായതായിട്ട് എനിക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. ആ സമയങ്ങളിലൊന്നും അത് കഴിയുന്നില്ല. പിന്നെ അത് തുടർന്ന് നമ്മൾ മുമ്പോട്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കർത്താവിനെ അവൻ തള്ളിപ്പറയുന്നതായ കാര്യങ്ങൾ വായിക്കേണ്ട. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 60-ഉം 61 വാക്യങ്ങളിലേക്ക് നമ്മൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയുന്നതായിട്ടും അതിനുശേഷം അവൻ ദുഃഖിച്ച് കരയുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അനുഭവമുള്ള ഒരു പത്രോസിനെയാണ് കർത്താവ് മനുഷ്യനെ പിടിക്കുന്നവനായി തീർക്കും എന്നുള്ളത് ഇവിടെ പറയുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ഈ പത്രോസിനെ മനുഷ്യനെ പിടിക്കുന്നവനായി തീർന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും കർത്താവ് ഈ പത്രോസിനെ ആ നിലയിലേക്ക് രൂപകൽപ്പന ചെയ്ത് എടുത്തു എന്നുള്ളത് നമുക്ക് തിരുവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞുണ്ട്. ഒരു കാര്യം കൂടെ ഇതിനോടനുബന്ധിച്ച് ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ പറയുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15-ഉം 17-ഉം വാക്യങ്ങൾ. അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞു. അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവെ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും. മതി. ഇവിടെ 3 പ്രാവശ്യം കർത്താവിനോട് പ്രിയമുണ്ടോ, സ്നേഹമുണ്ടോ എന്ന് കർത്താവ് ആവർത്തിച്ച് പത്രോസിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനമായപ്പോൾ പത്രോസിന് കാര്യം പിടികിട്ടി. കർത്താവ് സകലവും അറിയുന്ന കർത്താവാണ്. അതുകൊണ്ട് താൻ ആരാകുന്നു എന്നുള്ളത്, താൻ എങ്ങനെയുള്ള വ്യക്തിയാകുന്നു എന്നുള്ളത് തനിക്ക് നന്നായിട്ട് ബോധ്യം വന്നപ്പോൾ താൻ പറയുന്ന വാക്കാണ്, കർത്താവേ, നീ സകലവും അറിയുന്നു, അല്ലെങ്കിൽ കർത്താവേ, നീ എന്നെക്കുറിച്ച് സകലവും അറിയുന്നു എന്ന് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഈ പത്രോസിനെ കർത്താവ് തൻ്റെ കയ്യിലേക്ക് എടുത്ത് ഒരു നല്ല ആയുധമാക്കി അവൻ പത്രോസിനെ തീർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ നേരത്തെ വായിച്ചതുപോലെ അവൻ, ഇന്നു മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ അവൻ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള ഒരു നല്ല ഭടനായി, അല്ലെങ്കിൽ നല്ലൊരു ദൈവത്തിൻ്റെ ഒരു ദാസനായി പത്രോസിനെ ഉപയോഗിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. അതിനായി നമ്മളെ പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. താൻ അതിനുശേഷം, ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കർത്താവ് വളരെ തീഷ്ണതയുള്ളവനായി കർത്താവിനെ അധികമായി സ്നേഹിക്കുവാനും കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ അധികമായി തിളങ്ങി നിൽക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിച്ചു കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു തുടർന്നുള്ള കാലങ്ങളിൽ പത്രോസ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നമുക്ക് കാണുവാനും അത് തന്നെയാണ് കഴിയുന്നത്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രവൃത്തിയുടെ പുസ്തകം 3:1-ഉം 8-ഉം ഉള്ള 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ നമ്മളവിടെ വായിക്കുന്നുണ്ട്. പത്രോസിൻ്റെ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേര് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. പ്രിയമുള്ളവരെ, ഈ പത്രോസിൻ്റെ ഒരു പ്രസംഗം കൊണ്ട് ഇത്രയും പേരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിഞ്ഞത് അത് പത്രോസിൻ്റെ അല്ലെങ്കിൽ ശിമോൻ പത്രോസിൻ്റെ സ്വന്തം ബലം കൊണ്ടോ തൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ കാരണമല്ല. അതിനു പിന്നിൽ കർത്താവ് തന്നെ ആ നിലയിൽ പ്രയോജനമുള്ളവനാക്കി തിട്ടപ്പെടുത്തി ഉപയോഗിച്ചതിൻ്റെ ഏക കാരണം കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ നിന്നെ മനുഷ്യനെ
ജീവിക്കുന്നവനാക്കി തീർക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കുകൾ അവിടെ നിർവഹിക്കപ്പെടും. ഒറ്റ പ്രസംഗം കൊണ്ട്, എങ്ങും സംഭവിക്കാത്ത ഒരു കാര്യം, ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേർ കർത്താവിലേക്ക് കടന്നു വന്ന അനുഭവങ്ങൾ. അതുപോലെ തന്നെ പത്രോസിന് അനേക ദൈവിക അതുപോലെ തന്നെ രോഗശാന്തി ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണമുള്ള എല്ലാ അവകാശവും അധികാരവും ദൈവം കർത്താവ് പത്രോസിന് കൊടുക്കുന്നു. ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തിയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നുണ്ട്. 3:1 അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഗർഭം മുതൽ മുടന്തനായ ആ വ്യക്തിയെ പത്രോസ് സൗഖ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്രോസിൻ്റെ നിഴൽ വീടുന്നിട എല്ലായിടങ്ങളിലും സൗഖ്യം പ്രാപിക്കാൻ തക്കവണ്ണം പത്രോസിനെ കൊണ്ട് കഴിഞ്ഞു. അതിനുവേണ്ടി തന്നെ തിട്ടപ്പെടുത്തി എടുക്കുവാൻ തക്കവണ്ണം കർത്താവിന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ആശ്ചര്യകരമായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ അപ്പോൾ പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ പത്രോസ് ചെയ്തിട്ടുള്ള അനേക പ്രവൃത്തികൾ, സുവിശേഷത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള അനേക പ്രവൃത്തികൾ അവിടെ നമുക്ക് വായിക്കാൻ, നമുക്കതൊക്കെ അറിയാവുന്ന കാര്യമാണ്. കർത്താവിന് വേണ്ടി ഒരു നല്ല ഭടനായി പത്രോസിന് ആയിത്തീരുവാൻ തക്കവണ്ണം കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, എത്ര വലിയ ഒരു അനുഭവമാണ് എങ്ങനെയായിരുന്ന പത്രോസ് അല്ലെങ്കിൽ ശിമോനായിരുന്ന ആ വ്യക്തിയിൽ ഉണ്ടായി വന്നു എങ്ങനെയാണ് ആ വ്യക്തിയിലേക്ക് ഈ പരിവർത്തനങ്ങളൊക്കെ ഉണ്ടായത് എന്ന് വളരെ ആശ്ചര്യത്തോടെ നമുക്ക് ആ കാര്യം കാണുവാനേ കഴിയത്തുള്ളൂ. വളരെ ധൈര്യത്തോടെ കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ വളരെ മുൻപന്തിയിൽ നിന്ന ഒരു പത്രോസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ അവൻ്റെ അല്ലെങ്കിൽ പത്രോസിൻ്റെ അവസാന കാലം വന്നപ്പോഴത്തേക്ക് റോമൻ ഗവർണർ അവന് മരണശിക്ഷ അല്ലെങ്കിൽ രക്തസാക്ഷിയാകുന്ന ആ നിലയിലേക്കുള്ള ഒരു ശിക്ഷ അവിടെ കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യമാണ്, ക്രൂശിച്ച് കൊല്ലുക എന്നുള്ള തീരുമാനമാണ് ആ റോമൻ ഗവൺമെൻറ് അന്ന് അവിടെ തീരുമാനിക്കുന്നത്. അവരോട് പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, അതെന്നെ വളരെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. കർത്താവ് ക്രൂശിൽ മരിച്ചതുപോലെ എനിക്ക് മരിക്കുവാൻ എന്നിൽ യാതൊരു യോഗ്യതകളും ഇല്ല എന്ന് പത്രോസ് പറയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് മരിച്ചതുപോലെ എനിക്ക് മരിക്കേണ്ട, മറിച്ച് തല കീഴാക്കി എന്നെ കൊന്നാൽ അല്ലെങ്കിൽ എന്നെ ആ മരണത്തിലേക്ക് എന്നെ ഇട്ടാൽ മതി എന്നുള്ള ആ നിലയിൽ, കാരണം കർത്താവ് മരിച്ചതുപോലെ തനിക്ക് മരിക്കാൻ ഉള്ള അർഹത ഇല്ല എന്നുള്ള നിലയിലേക്ക് പത്രോസിന് ഉയരുവാൻ തക്കവണ്ണം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, എത്ര വലിയ ഒരു അനുഭവമാണ് നമുക്ക് പത്രോസിൽ നിന്ന് പഠിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. നമുക്കിതിൽ നിന്ന് ലഭിക്കുന്ന പാഠം എന്താണ്? നമുക്ക് ലഭിക്കുന്ന പാഠം, നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരായ നമ്മളിൽ പല നിലയിലുള്ള കുറവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ വീഴുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജഡത്തിലുള്ള ശരീരം നമ്മളെ വീഴ്ത്തുവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മൾ പരാജയത്തിലേക്ക് നീങ്ങുവാൻ തക്കവണ്ണം നമ്മുടെ ശരീരം അതിനെ ആ നിലയിൽ നമ്മുടെ ശരീരം ആയിത്തീരാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു ജഡശരീരത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുറവുകളെ പശ്ചാത്താപത്തോടെ അല്ലെങ്കിൽ ഏറ്റുപറച്ചിലൂടെ കർത്താവിൻ്റെ അടുത്തേക്ക് സമർപ്പിച്ചുകൊണ്ട് പത്രോസ് കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് കർത്താവിന് വേണ്ടി സമർപ്പിച്ചതുപോലെ നമ്മളും പരാജയമുള്ളവരാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ പരാജയങ്ങളെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഏറ്റുപറച്ചിലോടുകൂടെ കർത്താവിൻ്റെ അടുത്തേക്ക് നാം വരികയാണെങ്കിൽ പത്രോസിനെ പോലെ നമ്മളെയും ദൈവത്തിന് ആക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രയോജനമുള്ളവരാക്കി, നല്ല ഭടന്മാരാക്കി, നല്ല ക്രിസ്തീയ വിശ്വാസികളാക്കി തീർക്കുവാൻ തക്കവണ്ണം കർത്താവിന് കഴിയും എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ജീവിക്കുന്ന കർത്താവാണ്.
നമ്മളിന്ന് ആരാധനയിൽ ഓർത്തതും നമ്മൾ എന്നും ഓർക്കുന്ന ഒരു കാര്യമാണ്. മരിച്ച് മൺമറഞ്ഞ ഒരു കർത്താവിനെ അല്ല നാം സേവിക്കുന്നത്, മറിച്ച് നമ്മുടെ കർത്താവ് മരണത്തോടെ അവസാനിച്ചു പോയിരുന്നെങ്കിൽ നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും, നമ്മൾ ഇന്ന് പറയുന്ന ഓരോ തിരുവചനങ്ങൾ ഒന്നും അതെല്ലാം വ്യർത്ഥമായി അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥയായി തീർന്നു പോയനായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കുന്നു. അതുകൊണ്ട് പത്രോസിനോട് ഇടപെട്ട ആ കർത്താവ് ഇന്നും നമ്മളോട് ഇടപെടും. അതുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ നമ്മളെ തന്നെ, നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ കുറവുകളെ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു നല്ല പശ്ചാത്താപ ഹൃദയത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് നമ്മെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ സ്ഥലം സഭയെ സമർപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ കുടുംബ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണെങ്കിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ സമർപ്പിക്കുകയാണെങ്കിൽ, കർത്താവ് നമ്മളെ ആ കർത്താവിന് യോജിച്ച നിലയിൽ പാകപ്പെടുത്തി കർത്താവിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ കർത്താവിനെ കൊണ്ട് കഴിയും എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. നാം തിരുവചനത്തിൽ വായിക്കുന്ന പോലെ കാത്തു നിൽക്കുന്ന ഒരു രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. നമ്മുടെ കർത്താവ് നമ്മുടെ വിശ്വാസികളായ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവ് വരണം എന്നുള്ളതാണ്. നാം കർത്താവിനെ കാത്തു നിൽക്കുന്നവരാണ്. എപ്പോഴും വരും. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു അനുഭവം എന്ന് പറയുന്നത് ഇന്ന് കർത്താവ് വരും എന്നുള്ള ആ അനുഭവത്തോടെയാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. ഇപ്പോൾ വരും, നാളെ 1 മണിക്കൂർ കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ ഈ ദിവസത്തിൽ വരും. എപ്പോഴും കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ആ നിലയിലാണ് ഒരു ക്രിസ്തീയ ജീവിതം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതെന്നാണ്. കാത്തു നിൽക്കുന്ന ഒരു രക്ഷയ്ക്കായി. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിനെ എതിരേൽക്കുവാൻ നാം കാത്തു നിൽക്കുന്നവരാണ്. ആ കർത്താവിനെ എതിരേൽക്കുവാൻ നമുക്ക് അതിൻ്റെതായ ഭക്തിയോടും വിശുദ്ധിയോടും ഒക്കെ ഈ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കാം. കർത്താവ് വരണമേ എന്നുള്ള പ്രാർത്ഥന, നമ്മുടെ കർത്താവ് വരണമെന്നുള്ള പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ നിലയിൽ നമ്മളെ ഈ വചനത്തിൻ്റെ കേൾവി മുഖാന്തരം ഈ നിലയിൽ കർത്താവിനെ കൂടുതൽ ഉണ്മയായി സ്നേഹിക്കുവാനും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് കർത്താവിന് പ്രയോജനമുള്ള നല്ല പാത്രങ്ങളായി ജീവിപ്പാൻ നമ്മളേവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ഈ തിരുവചനം അടിയനും കേൾവിക്കാരായ നമുക്ക് ഒരുപോലെ പ്രയോജനം ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ നിർത്തുന്നു. ദൈവനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.